മാനവരിൽ നിറയട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിൽ കാലം ചെയ്ത ശ്രേഷ്ഠ ബാവായുടെ ദീർഘദർശനത്തിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട സെൻറ് തോമസ് ധ്യാനകേന്ദ്രം ഇന്ന് അഭിവന്ദ്യനായ മാത്യൂസ് മാർ അപ്രേം തിരുമനസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റെടുത്ത് നടത്തുന്ന ആത്മീയ ശുശ്രൂഷകളുടെ ഭാഗമാകുവാൻ തക്കവണ്ണം അടിയനും ഇട നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 27-ാമത്തെ വാക്യം, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല രാജാവേ, ഈ നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സെൻറ് തോമസ് ധ്യാന മന്ദിരത്തെ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന മാത്യൂസ് മാർ അപ്രേം തിരുമനസിനെയും വന്യ പുരോഹിതന്മാരെയും സിസ്റ്റേഴ്സിനെയും മറ്റ് സുവിശേഷ പ്രവർത്തകരെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നാഥ, അല്പസമയം അപ്പത്തിൻ്റെ വചനത്തിൻ്റെ കീഴിലായിരിക്കുമ്പോൾ അവിടുന്ന് കൂടെയിരുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന മക്കൾ അവിടുത്തേതാണ്, അവർക്കാവശ്യമായത് അടിയനിലൂടെ അവിടുന്ന് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ കുറവുകൾ കണക്കരുത്, അടിയനെ കുരിശിൻ്റെ മറവിൽ മറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ വിനയവും താഴ്മയായി ചോദിക്കുന്നു, കൃപയുണ്ടായി കേട്ടത്തിരുവണ്ണം പിതാവേ, ആമേൻ. പിന്നെയും ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, വായിച്ച വേദഭാഗം എല്ലാവർക്കും ഏറെ സുപരിചിതമായ വേദഭാഗമാണ്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. കർത്താവായ യേശുക്രിസ്തു തൻ്റെ തിരുവായു കൊണ്ട് മൊഴിഞ്ഞ കൽപ്പനയാണ് നാം വായിച്ചു കേട്ടത്. പാശ്ചാത്തലം പരിശോധിക്കുമ്പോൾ തിബരിയാസ് കടൽക്കരയിൽ വചന ശുശ്രൂഷ നടത്തുന്ന കർത്താവ് തടിച്ചുകൂടിയ ജനത്തെ നോക്കിക്കൊണ്ട് തൻ്റെ ശിഷ്യനായ ഫിലിപ്പോസിനോട് ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും എന്നാൽ ഏറെ ഭാരപ്പെടുന്ന പിറുപിറുക്കുന്ന ഫിലിപ്പോസിനെയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പത്രോസിൻ്റെ സഹോദരനായ അന്ത്രോസ് ശ്ലീഹ അവിടെ ഒന്ന് പരിശോധിച്ച് കണ്ടെത്തിയ 5 അപ്പവും 2 മീനും അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും കർത്താവ് അതിനെ വാഴ്ത്തി നുറുക്കി കൂടി വന്ന ജനത്തിന് കൊടുപ്പാൻ തക്കവണ്ണം ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു. 5000-ഓളം പുരുഷന്മാരും അതിലേറെ സ്ത്രീകളും കുട്ടികളും അടങ്ങിയ വലിയ ജനസമൂഹത്തിന് തിന്ന് തൃപ്തരായി. ശേഷിച്ച അപ്പം 12 കൊട്ട ശേഖരിച്ചതായി അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വസഭയിൽ 3-ൽ കൂടുതൽ പ്രാവശ്യം ഏവൻഗേലിയനായി ഈ ഭാഗം വരുന്നതായി നമുക്കറിയാം. പ്രിയരെ, തിന്നു തൃപ്തരായ ജനം കർത്താവായ യേശുക്രിസ്തുവിനെ രാജാവാക്കുവാൻ ശ്രമിക്കുകയും എന്നാൽ കർത്താവ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയും മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയും ചെയ്യുന്നതായി അവിടെ കാണുന്നു. കർത്താവ് മലയിലേക്ക് പോയപ്പോൾ ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്ന ഒരു പടകിലേറി അക്കരയ്ക്ക് പോവുകയാണ്. ജനം അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ശിഷ്യന്മാർ അക്കരെ എത്തുന്നതിന് മുമ്പേ വലിയ കാറ്റും കോളും അനുഭവപ്പെടുകയും പടക് മുങ്ങാറാകുകയും ചെയ്യുന്നതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആ ഭാരപ്പെടുന്ന സമയത്ത് കർത്താവ് കടലിൻ്റെ മേളിലൂടെ നടന്ന് അവരുടെ അടുക്കിലേക്ക് വരികയും കർത്താവിനെ തിരിച്ചറിഞ്ഞ ശിഷ്യന്മാർ കർത്താവിനെ പിടിച്ച് പടകിലേക്ക് കയറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും.
എന്നാൽ കർത്താവിനെ പടകിലേക്ക് കയറ്റുമ്പോൾ അവർ അക്കരെ എത്തിയിരുന്നു എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിറ്റേ ദിവസം തിബിരിയാസ് കടൽക്കരയിൽ കർത്താവിനെ അന്വേഷിച്ചു വന്ന ജനം അവിടെ കർത്താവിനെ കാണാത്തത് കൊണ്ട് ശിഷ്യന്മാർ അക്കരയ്ക്ക് പോയി എന്ന് അറിഞ്ഞ് വന്ന ചെറുപടകുകളിലേറി അക്കരയ്ക്ക് പോവുകയാണ് കബർന്നഹൂമിലേക്ക്. അവിടെ എത്തിയ ജനം കർത്താവിനെ കണ്ടപ്പോൾ അങ്ങ് എപ്പോഴാണ് ഇവിടെ എത്തിയത് എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയാണ് വായിച്ചു കേട്ട ഭാഗം. കർത്താവ് പറയുന്നു, അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയുന്നു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. വളരെ വ്യക്തമായി കർത്താവ് നമ്മോട് കൽപ്പിക്കുകയാണ്. ഈ ലോകം തരുന്ന സകലതും നശിച്ചു പോകുന്നതാണ്, നഷ്ടപ്പെടുന്നതാണ്, ഇല്ലാതാകുന്നതാണ്. ഈ ലോക ജീവിതം നാം സമർപ്പിക്കേണ്ടത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. നിത്യജീവനെ അവകാശമാക്കുക എന്ന ലക്ഷ്യത്തോടെ, എൻ്റെ കർത്താവ് ഒരുക്കുന്ന സ്വർഗീയ സൗഭാഗ്യം അത് സ്വായത്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് വളരെ വ്യക്തമായി കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ശുദ്ധമുള്ള യൂദായുടെ ലേഖനം അതിൻ്റെ 20-ാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കൂ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ കരുണയാൽ നിത്യജീവനെ അവകാശമാക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ആയതിന് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നിത്യജീവങ്ങളിലേക്കുള്ള ആഹാരത്തിനായി തന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയരെ, നിത്യജീവനിലേക്കുള്ള ആഹാരം, നിത്യജീവനായുള്ള ആഹാരം, ആയതിനായുള്ള പ്രവൃത്തി അതെന്തെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അതെ, ഒന്നാമതായി എൻ്റെ കർത്താവിനെ അറിയുക എന്നുള്ളതാകുന്നു നിത്യജീവൻ. നമുക്കൊന്ന് വ്യക്തിപരമായി കർത്താവിനെ അറിയാം. 2000 വർഷങ്ങൾക്കപ്പുറം ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജാതം ചെയ്ത യേശു ക്രിസ്തു അത് ലോകം മുഴുവൻ അറിയുന്നതാണ്. എന്നാൽ എൻ്റെ കർത്താവിനെ അറിയേണ്ടതുപോലെ ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? ലോകം അറിയുന്നത് പോലെയല്ല, എൻ്റെ കർത്താവിനെ വ്യക്തിപരമായി അറിയേണ്ടതുപോലെ എനിക്കറിയുവാൻ സാധിച്ചിട്ടുണ്ടോ? അതാണ് നാം പരിശോധിക്കേണ്ടത്. ഇന്ന് പലപ്പോഴും പലർക്കും കർത്താവ് രോഗസൗഖ്യം തന്നവനാ, കർത്താവ് കടം വീട്ടി തന്നവനാ, വീട് തന്നവനാ, ജോലി തന്നവനാ. എന്നാൽ ഇതാണോ എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള തിരിച്ചറിവ്? പ്രിയരെ, എൻ്റെ കർത്താവിനെ വാസ്തവമായി ഞാൻ തിരിച്ചറിയണം. ഒന്നാമതായി, എൻ്റെ കർത്താവ് എനിക്ക് സകലത്തിനും മതിയായവനാ. അവൻ എന്നെ സൃഷ്ടിച്ചവനാ, അവൻ എന്നെ പരിപാലിക്കുന്നവനാ, അവൻ എന്നെ വഴി നടത്തുന്നവനാ. അവനറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ തലയിലെ ഒരു മുടിനാരിഴ പോലും കൊഴിയുന്നു എങ്കിൽ അവൻ അറിഞ്ഞാകുന്നു. ഈ തിരിച്ചറിവാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. മാത്രമല്ല, എൻ്റെ കർത്താവ് സ്വർഗം വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന് തൻ്റെ 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ച് കാൽവറിയുടെ ഉന്നതങ്ങളിൽ തന്നെ തകർത്ത് അവൻ്റെ അവസാനത്തുള്ളി രക്തവും ഊറ്റിത്തന്ന് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണെന്ന ആ തിരിച്ചറിവാണ് എൻ്റെ ജീവിതത്തിലുണ്ടാകേണ്ടത്. ഇതാണ് കർത്താവിനെക്കുറിച്ച് ഞാൻ അറിയേണ്ടത്. ഇന്ന് അവൻ്റെ രക്തം മറുവിലയായി കൊടുത്ത്
എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. ആയതുകൊണ്ട് ഇനി മുതൽ ഞാൻ അവൻ്റെ ഇഷ്ടമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന തീരുമാനമാണ് ജീവിതത്തിലുണ്ടാകേണ്ടത്. ഈ തിരിച്ചറിവാണ് ജീവിതത്തിലുണ്ടാകേണ്ടത്. പ്രിയരെ, ഈ തിരിച്ചറിവോടെ എൻ്റെ കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് അവനായി സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ എനിക്ക് സാധിക്കുന്നുവെങ്കിൽ ഞാൻ കൃത്യമായി എൻ്റെ കർത്താവിനെ അറിയുന്നവനാണ്. നിത്യജീവങ്ങളിലേക്കുള്ള പ്രവൃത്തി എന്ന് പറയും. ഒന്നാമതായി അവനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എൻ്റെ യേശുവിനെ അറിയുക എന്നുള്ളതാണ്. അവനെ എൻ്റെ ഉള്ളത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. അവനായി സമർപ്പിക്കുക എന്നുള്ളതാണ്. ആയതുകൊണ്ട് നിത്യജീവനെ അവകാശമാക്കണമോ? ഒന്ന്, അവനെ ഉള്ളത്തിൽ സ്വീകരിക്കണം. രണ്ടാമതായി സുധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 40-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. പ്രിയപ്പെട്ടവർ, ഒന്ന് അവനെ അറിയണം, രണ്ട് അവനിൽ വിശ്വസിക്കണം. നിത്യജീവങ്ങളിലേക്കുള്ള പ്രവൃത്തി എന്ന് പറയുമ്പോൾ രണ്ടാമതായി അവനിൽ വിശ്വസിക്കണം. കർത്താവിൽ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് പലർക്കും സംശയമാണ്. എവിടെ വിശ്വസിക്കണം? എങ്ങനെ വിശ്വസിക്കണം? എന്താണ് വിശ്വാസം? പലപ്പോഴും പലർക്കും സംശയമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം: പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അതെ, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. 6:47 അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്താണ് വിശ്വാസം? എബ്രായർ 11:1 അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി വിശ്വാസത്തിൻ്റെ നിർവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എന്താണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആശിക്കാനുള്ളത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആശിക്കാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്: എൻ്റെ കർത്താവ് ഒരുക്കുന്ന നിത്യ സന്തോഷമാകുന്ന, നിത്യ സൗഭാഗ്യമാകുന്ന സ്വർഗീയ സൗഭാഗ്യം അവകാശമാക്കുക എന്നുള്ളതാണ് ഈ ലോക ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അതേ, കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത, ഹൃദയത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തത്ര മനോഹരമായ ആ സ്വർഗീയ സൗഭാഗ്യം അത് അവകാശമാക്കുക എന്നുള്ളതാണ് ഒരു ദൈവവിധലിനെക്കുറിച്ച് അവൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഈ ലക്ഷ്യം സ്വായത്തമാക്കുക, സ്വന്തമാക്കുക എന്നുള്ളതാണ്. ആ സ്വന്തമാക്കും എന്ന ഉറപ്പ് പ്രാപിക്കുക എന്നുള്ളതാണ് വിശ്വാസം. അതെ, ഇന്ന് ഈ ലോകത്ത് മാറ്റപ്പെട്ടാൽ ഞാൻ ചെന്നെത്തുന്നത് എൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമെന്ന ആ ഉറപ്പ് ജീവിതത്തിൽ പ്രാപിക്കുക എന്നുള്ളത് വിശ്വാസം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും വിശ്വസിക്കേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നു. തൻ്റെ 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചു. നമുക്ക് ഒരു മാതൃക വെച്ചേച്ചു പോയി. അവൻ കാൽവറിയുടെ ഉന്നതങ്ങളിൽ തന്നെ തകർത്ത് തൻ്റെ അവസാന തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് എന്നെ വിലയ്ക്ക് വാങ്ങി എനിക്ക് സ്വർഗം അവകാശമായി തരുവാൻ തക്കവണ്ണം അവന് മനസ്സായി എങ്കിൽ അവൻ മരിച്ചടക്കപ്പെട്ട് റോമൻ മുദ്രകളെ തകർത്തുകൊണ്ട് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇത് ഞാൻ വിശ്വസിക്കണം. അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇന്നും പിതാവിൻ്റെ വലദ്ഭാഗത്തിരുന്ന് എനിക്ക് വേണ്ടി അഭയയാചന നടത്തുന്നു. ഇത് ഞാൻ വിശ്വസിക്കണം. അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരുമ്പോൾ ഞാനും അവനോടൊപ്പം പറന്നുയരുമെന്ന ആ ഉറപ്പ് പ്രാപിക്കുക എന്നുള്ളതാകുന്നു യഥാർത്ഥ വിശ്വാസം.
ഈ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിത്യജീവനെ അവകാശമാക്കുവാൻ നമുക്ക് സാധ്യമായി തീരും. 1, എൻ്റെ കർത്താവിനെ തിരിച്ചറിയണം. 2, അവനെ വിശ്വസിക്കണം. 3, പുത്രനെ നോക്കണം. യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അവനെ നോക്കിക്കൊണ്ട്, ക്രൂശെ നോക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അവൻ സ്വർഗം വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്ന തൻ്റെ 33 വയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ച് ഒരു മാതൃക വച്ചേച്ച് പോയിരിക്കുക. ആ മാതൃകയെ പിൻപറ്റുവാൻ നമുക്ക് സാധിക്കണം. അതാ പുത്രനെ നോക്കിക്കൊണ്ടുള്ള ജീവിതം, ക്രൂശെ നോക്കിക്കൊണ്ടുള്ള ജീവിതം. അത് കരുണയുടെ പാതയാണ്, അത് ദയയുടെ പാതയാണ്, അത് ത്യാഗത്തിൻ്റെ പാതയാണ്, അത് സ്നേഹത്തിൻ്റെ പാതയാണ്, അത് വിനയത്തിൻ്റെ പാതയാണ്, അത് കരുതലിൻ്റെ പാതയാണ്. ആ പാതയെ പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിത്തീരണം. അങ്ങനെയെങ്കിൽ നിത്യജീവനെ അവകാശമാക്കുവാൻ നമുക്ക് സാധ്യമായി തീരും. ജീവിതത്തിൽ ഒരു വിഷയം കടന്നു വരുമ്പോൾ അതെൻ്റെ കർത്താവ് എങ്ങനെ ആ വിഷയം കൈകാര്യം ചെയ്യുന്നു എന്ന ചിന്തയോടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഞാൻ പുത്രനെ നോക്കിക്കൊണ്ട് ജീവിക്കുന്നവനായി മാറുന്നത്. ആയതുകൊണ്ട് എൻ്റെ ജീവിതം അതെ പുത്രനെ നോക്കിക്കൊണ്ടുള്ളതായിരിക്കണം. 2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. 1, എൻ്റെ കർത്താവിനെ തിരിച്ചറിയണം. 2, അവനിൽ വിശ്വസിക്കണം. 3, പുത്രനെ നോക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. വീണ്ടും മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അതെ, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല എന്ന് 6:35 രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല. ഒരു നാളും വിശക്കാത്ത നിത്യതയുടെ അനുഭവത്തിലേക്കായിത്തീരണമെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ അരികിലേക്കൊന്ന് അടുത്തു ചെല്ലണം. എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് അടുത്തു ചെല്ലുവാൻ 2 വഴികളേ ഉള്ളൂ. 1, പ്രാർത്ഥന. 2, വചനധ്യാനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതമുണ്ടാകണം. പ്രാർത്ഥിക്കുന്നവരായി മാറണം. കർത്താവായ യേശുക്രിസ്തു കൽവറിയിലേക്ക് ക്രൂശിൽ ചുമന്നുകൊണ്ട് ഭാരത്തോടെ പോകുമ്പോൾ തൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വന്ന യെരൂശലേം പുത്രിമാരെ നോക്കി അവരോട് കൽപ്പിച്ചു, നിങ്ങളെ ചൊല്ലിയും നിങ്ങളുടെ മക്കളെ ചൊല്ലിയും കരയുവീനെന്ന്. അതേ, അന്ന് കർത്താവ് കൽപ്പിച്ചത് യെരൂശലേം പുത്രിമാരോട് മാത്രമല്ല, നമ്മോട് ഓരോരുത്തരോടുമാകുന്നു. നിങ്ങളെ ചൊല്ലിയും നിങ്ങളുടെ മക്കളെ ചൊല്ലിയും കരയുവീനെന്ന്. അതേ, തലമുറയ്ക്ക് വേണ്ടി കരയുന്ന അനുഭവം ജീവിതത്തിലുണ്ടാകണം. പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. പ്രാർത്ഥന എന്നാൽ സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്. അതെ, അനുദിനം പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടാകണം. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സമൂഹത്തിന് വേണ്ടി കരയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഇന്ന് എന്തേ തലമുറ വഴിവെച്ചു പോകുന്നു? തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ആളില്ലാതാകുന്നു. ഇന്ന് നാം അനുഭവിക്കുന്ന സന്തോഷവും സൗഭാഗ്യവും അത് നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ആ തിരിച്ചറിവോടെ വരാനുള്ള തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം അതെൻ്റേതും നിങ്ങളേതുമാണ്. ആയതുകൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതമുണ്ടാകണം. 2, നിങ്ങളെ ചൊല്ലി കരയുവീനെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. എന്നെ ചൊല്ലി ഞാൻ കരയുന്നവനാകണം. എന്തിനു വേണ്ടി കരയണം? ക്രൈസ്തവനായി ജന്മം കൊണ്ട ഞാൻ, യാക്കോബായ സുറിയാനി സഭയിലെ അംഗമായി ജന്മം കൊണ്ട ഞാൻ, എൻ്റെ കർത്താവിൻ്റെ വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. ആ അനുഭവത്തിലായിരിക്കുന്ന ഞാൻ, അവൻ്റെ രക്തം മറുവിലയായി കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട ഞാൻ ഒരു പാപം ചെയ്യുമ്പോൾ പിന്നെയും എൻ്റെ കർത്താവിൻ്റെ മേൽ ഒരാണി അടിക്കുകയാണ്. ആ ആണി അടിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദനയെ ഓർത്ത് ഞാൻ കരയേണ്ടിയിരിക്കുന്നു. അതെ, എൻ്റെ
അനുദിന ജീവിതത്തിലുണ്ടാകുന്ന പോരായ്മകളെ, കുറവുകളെ, പാപങ്ങളെ, തെറ്റുകളെ അത് ഏറ്റുപറഞ്ഞ് കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്കിടയായിത്തീരണം. അതാ കർത്താവ് കൽപ്പിക്കുന്നത്. നിങ്ങളെ ചൊല്ലിക്കരയുവിൻ, നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരയുവിൻ. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസത്തിൻ്റെയും സന്ധ്യായാമത്തിൽ മുട്ടിന്മേൽ നിന്ന് കരയുന്ന അനുഭവം, ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, എൻ്റെ കർത്താവിനെ ഞാൻ വേദനിപ്പിച്ചതിനെ ഓർത്ത് കരയുന്ന അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടാകണം. അങ്ങനെയെങ്കിൽ നിത്യജീവനെ അവകാശമാക്കുവാൻ എനിക്ക് സാധ്യമായി തീരും. 4 കാര്യങ്ങൾ ഓർപ്പിച്ചു. 1, കർത്താവിനെ അറിയണം. 2, അവനിൽ വിശ്വസിക്കണം. 3, അവനെ നോക്കിക്കൊണ്ട് ജീവിക്കണം. 4, പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. 5, വചനം കേൾക്കുന്നവരായി നാം മാറണം. വചനം അനുസരിക്കുന്നവരായി മാറണം. നമുക്ക് ജീവൻ നൽകുന്നവനായി അവൻ ഒരുക്കി തന്നിട്ടുണ്ട്. ആ വചനത്തെ അനുദിനം വായിക്കുന്നവരും അതനുസരിക്കുന്നവരും അതിനായി സമർപ്പിക്കുന്നവരുമായി ഞാനും നിങ്ങളും മാറുന്നു എങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിത്യജീവനെ അവകാശമാക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായിത്തീരും. വചനം ധ്യാനിക്കുന്നവരായി മാറണം. ഈ വചനം ഇത് നിൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുമ്പോൾ അത് അനുഗ്രഹമായി മാറുകയാണ്. ഇത് വായിക്കുന്നവനെ അനുഗ്രഹിക്കും, ഇത് പ്രസംഗിക്കുന്നവനെ അനുഗ്രഹിക്കും, ഇത് കേൾക്കുന്നവനെ അനുഗ്രഹിക്കും, ഇത് ചുമക്കുന്നവനെ അനുഗ്രഹിക്കും. ആയതുകൊണ്ട് വചനം ജീവിതത്തിൽ വായിക്കുകയും ധ്യാനിക്കുകയും ഈ വചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു എങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിത്യജീവനെ അവകാശമാക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായിത്തീരും. 4 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നിത്യജീവനെ അവകാശമാക്കുക എന്നുള്ളതാണ് ഈ ലോക ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. വീണ്ടും കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നു, യോഹന്നാൻ 6:51 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. അതെ, കർത്താവായ യേശു ക്രിസ്തു മർക്കോസിൻ്റെ മാളികയിൽ വെച്ച് സ്ഥാപിച്ച് നമുക്ക് വരവേൽപ്പിച്ച് തന്നിട്ടുള്ള വിശുദ്ധ കുർബാന, ആ വിശുദ്ധ കുർബാനയിലൂടെ അവൻ നമുക്കായി അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന അവൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന ആ വിശുദ്ധ കുർബാനയിൽ പങ്കാളിയാകുന്നവരായി ഞാനും നിങ്ങളും മാറണം. അങ്ങനെയെങ്കിൽ നിത്യജീവനെ അവകാശമാക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് ഇടയായിത്തീരും. അത് വിശുദ്ധ ആരാധനയിൽ പങ്കാളിയാകണം. പലപ്പോഴും വിശുദ്ധ കുർബാന കാണാൻ പോകുന്നവരായി ഞാനും നിങ്ങളും മാറുന്നു. എന്നാൽ വിശുദ്ധ കുർബാനയിൽ പങ്കാളിയായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായിത്തീരണം. ഭയഭക്തിയോടെ, വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കാളിയാകുന്നുവെങ്കിൽ അത് എനിക്ക് നിത്യജീവന് അവകാശമാക്കുവാൻ തക്കവണ്ണം ഈ യോഗ്യത നേടിത്തരുന്നു. ഇന്ന് പലപ്പോഴും വിശുദ്ധ കുർബാനയെ തുച്ഛീകരിക്കുന്ന പെന്തക്കോസ്ത് വിഭാഗത്തിലെ ഉന്നതന്മാർ പോലും ലോകത്തോട് വിളിച്ചു പറയുന്ന വലിയ സത്യമുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്നത് വിശുദ്ധ ആരാധനയിലൂടെയാണ്, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിലൂടെയാണെന്ന് പെന്തക്കോസ്ത് വിഭാഗം പോലും ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയോടെ, ഭയഭക്തിയോടെ വിശുദ്ധ ആരാധനയിൽ പങ്കാളിയായി, വിശുദ്ധ കുർബാന
അനുഭവിക്കുന്നവരായി ഞാനും നിങ്ങളും മാറേണ്ടിയിരിക്കുന്നു. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ അത് വലിയൊരു രഹസ്യമാണ്. ഗോതമ്പപ്പവും മുന്തിരിച്ചാറും കർത്താവിൻ്റെ തിരു ശരീര രക്തങ്ങളായി മാറുന്ന ആ വലിയ രഹസ്യമാണ് വിശുദ്ധ കുർബാന. ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരായി ഞാനും നിങ്ങളും മാറേണ്ടിയിരിക്കുന്നു. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു നൽകുമ്പോൾ ഞാൻ വരുന്നവരെയും ഇത് തുടരുവാൻ അവൻ കൽപ്പിച്ചിരിക്കുന്നു. ഈ കൽപ്പനയനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒന്ന്, അവനെ അറിയണം. രണ്ട്, അവനിൽ വിശ്വസിക്കണം. മൂന്ന്, അവനെ നോക്കിക്കൊണ്ട് ജീവിക്കണം. നാല്, പ്രാർത്ഥനാ ജീവിതമുണ്ടാകണം. അഞ്ച്, വചനധ്യാനമുണ്ടാകണം. ആറ്, അവൻ്റെ ആരാധനയിൽ പങ്കാളിയാകണം. അങ്ങനെയെങ്കിൽ നിത്യജീവനെ അവകാശമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്, ഈ ലോകം തരുന്ന സകല സമ്പത്തുകളും സൗഭാഗ്യങ്ങളും സന്തോഷവും ഇല്ലാതാകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്, നഷ്ടപ്പെടുന്നതാണ്. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്നത് നിത്യസന്തോഷമാകുന്ന സ്വർഗീയ സൗഭാഗ്യം മാത്രമാണ്. ഈ സ്വർഗീയ സൗഭാഗ്യത്തെ അവകാശമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിത്തീർന്നില്ല എങ്കിൽ ഞാൻ ചെന്നെത്തുന്നത് നിത്യാഗ്നിയിലേക്കാണ്, നിത്യ നരകത്തിലേക്കാണ്. യഹോവയായ ദൈവം മനുഷ്യനായി ഒരുക്കിയിരിക്കുന്നത് നിത്യസന്തോഷമാകുന്ന സ്വർഗീയ സൗഭാഗ്യമാണ്. 2000 വർഷങ്ങൾക്കപ്പുറം സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ നിത്യസന്തോഷം, ആ നിത്യസന്തോഷം അവകാശമാക്കുവാൻ എനിക്ക് സാധ്യമായി തീർന്നില്ലെങ്കിൽ ഈ ലോക ജീവിതം വൃഥാവായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, നരകമൊരുക്കിയിരിക്കുന്നത് സാത്താന് വേണ്ടിയാണ്, പിശാചിന് വേണ്ടിയാണ്. പിശാച് അഗ്നിനരകത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ അവനോടുകൂടി ആയിരിക്കുന്നവർ ആ നിത്യാഗ്നിയിലേക്ക് തള്ളപ്പെടും. എന്നാൽ കർത്താവിനെ തിരിച്ചറിഞ്ഞ് നിത്യജീവനായി സമർപ്പിച്ച് നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു എങ്കിൽ എനിക്ക് സ്വർഗീയ സന്തോഷമാകുന്ന ആ നിത്യത അവകാശമാക്കുവാൻ ഇടയായിത്തീരും. ആയതിന് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരണം. ആയതിന് ജീവിതത്തിൽ അതെ, ഒന്ന്, കർത്താവിനെ തിരിച്ചറിയണം. രണ്ട്, അവനിൽ വിശ്വസിക്കണം. മൂന്ന്, അവനെ നോക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണം. നാല്, പ്രാർത്ഥനാ ജീവിതമുണ്ടാകണം. അഞ്ച്, വചനധ്യാനമുണ്ടാകണം. ആരാധനയിൽ പങ്കാളിയായി തുടർന്നുള്ള കാലം ജീവിതത്തെ സമർപ്പിക്കുവാൻ നമുക്കിടയായിത്തീരണം. ആയതുകൊണ്ട് ഒന്നുപോലും നഷ്ടപ്പെടാതെ നിത്യതയുടെ തുറമുഖത്ത് നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ ശുശ്രൂഷ അവസാനിപ്പിക്കട്ടെ. ആയതിന് അവസരം നൽകിയ ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തുന്നു. സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന അഭിമന്യ പിതാവിനോടും പുരോഹിതന്മാരോടും സിസ്റ്റേഴ്സിനോടും മറ്റ് പ്രവർത്തകരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ ശുശ്രൂഷ അവസാനിപ്പിക്കട്ടെ. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുവാനാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സാജു ബ്രദറിലൂടെ ദൈവം തമ്പുരാൻ കേൾപ്പിച്ച വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ആ മകന് വേണ്ടി, അവൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശക്തിയോടെ വചനം പറയാൻ ഇനിയും കരങ്ങളിലെടുക്കണമേ. കർത്താവേ, കരുണയായിരിക്കണമേ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, തിരുവചനം കേൾക്കാനുള്ള വലിയ വിശപ്പും ദാഹവും ഇന്ന് വചനം കേട്ട മക്കളിലൂടെ മക്കൾക്കെല്ലാവർക്കും ഉണ്ടാകുവാൻ ദൈവമേ, അവിടുന്ന് മക്കളെ തൊടണമേ, അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ തിരുവചനാജ്ഞ ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബത്തെ സമർപ്പിക്കാം.
ഗൃഹനാഥൻ രോഗാവസ്ഥയിലാണ്. ദൈവമേ, അവിടുന്ന് കരുണയായിരിക്കണമേ. ആ ഭവനത്തിൻ്റെ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. ജൂൺ മാസം 11-ാം തീയതി ആന്തരിക സൗഖ്യ ധ്യാനം ആരംഭിക്കുകയാണ്. സാധിക്കുന്നിടത്തോളം മക്കളെല്ലാം കടന്നു വന്ന ധ്യാനത്തിൽ സംബന്ധിക്കുക. അനേകർ ഇവിടെ കടന്നു വന്ന് യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുണ്ട്. അനേകരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞിട്ടുണ്ട്. ദൈവമക്കളെ, ശനിയാഴ്ച ഉച്ചവരെ ധ്യാനം, വൈകുന്നേരം തിരുവചനാഗ്നി ധ്യാനം യൂട്യൂബിലുണ്ട്. ഞായറാഴ്ച എവൻഗേലിയൻ സന്ദേശമുണ്ട് യൂട്യൂബിൽ. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, വചനധ്യാനം എല്ലാം സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകളിലും ആത്മാർത്ഥമായി സംബന്ധിക്കുവാൻ ദൈവം തമ്പുരാൻ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ എല്ലാ ശുശ്രൂഷകരെയും ബഹുമാനപ്പെട്ട ആചാര്യന്മാരെയും ദാനമായി തന്ന കുടുംബത്തെയും ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള അഭിനയ പിതാവിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും എല്ലാ ശുശ്രൂഷകരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ, സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമേൻ.